അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മസ്ജിദിൽ എഴുതി വച്ചിരിക്കുന്നു, ഉളുവിന് ശേഷമുള്ള ദിക്ർ. അതില് വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നും വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നും എഴുതി വച്ചിരിക്കുന്നു. നമുക്കറിയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് മുസ്ലിമിലെ 234-ാമത്തെ ഹദീസാണ്. തിർമിദിയിലെ 55-ാമത്തെ ഹദീസിൽ വജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നും ഉണ്ട്. എന്നാൽ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നോ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്നുണ്ട്. അത് നസായിയുടെ അമലുൽ യൗമി വൽ ലൈലയിൽ വന്നതാണ്. അത് അബൂ സഈദ് അൽ ഖുദരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, അബൂ സഈദ് അൽ ഖുദരിയുടേതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും അത് ഹദീസ് തന്നെയാണ്. എന്നാൽ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നോ സ്വലാത്തോ ഇതിന്റെ കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില ആളുകളൊക്കെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പല പ്രത്യേകം പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, അത് വഹദഫ്തു, അതെല്ലാം ഞാൻ നീക്കം ചെയ്യുന്നു. എന്താ കാരണം? ഇതില അസ്ല ലഹു, അതിന് യാതൊരു അടിത്തറയുമില്ല എന്നാണ്. അപ്പോ അത് ദുർബലമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അള്ളാഹു ആണ് വുളു എടുക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷമുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് മാത്രം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അത് മാത്രം നമ്മുടെ മസ്ജിദുകളിൽ എഴുതി വെച്ചാൽ മതി, അത് ജനങ്ങളെ പഠിപ്പിച്ചാൽ മതി. അള്ളാഹുവേ അനുഗ്രഹിക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.